താലി ചാർത്തിയവന് മുന്നിൽ അധികമൊന്നും വാശിയും എതിർപ്പും കാണിക്കാൻ വൈകിക്ക് കഴിയില്ലായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ താൻ വഴങ്ങിക്കൊടുക്കേണ്ടി വരും. ഒരിക്കലും സമ്മതിക്കില്ല എന്നല്ല, മനസ്സിൽ മഹേഷേട്ടനെക്കുറിച്ചുള്ള കരട് വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തനിക്ക് കഴിയില്ല. കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് അത്രേ വേണ്ടൂ. അയാളുടെ പരാക്രമങ്ങൾ തൻ്റെ മാറിലും അരക്കെട്ടിലും മാത്രം ഒതുങ്ങി. ബെഡ്റൂമിലെ അരണ്ട വെളിച്ചത്തിൽ മഹേഷിൻ്റെ ഭാരം ശരീരത്തിലേക്ക് അമർന്നപ്പോൾ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. നീ ഒരുപാട് സുന്ദരിയാ വൈക. അവൻ്റെ കണ്ണുകളിൽ വശ്യമായ ഭാവം. തന്നിൽ നിന്നും വേർപെടുന്ന വസ്ത്രങ്ങളോടൊപ്പം ഭയവും പരവേശവും തിങ്ങി നിറഞ്ഞവളിൽ. തനിക്ക് മുന്നിൽ വിവസ്ത്രയായി കിടക്കുന്ന പെണ്ണിനെ അറിയാനുള്ള ആവേശം മാത്രമായിരുന്നവനിൽ. ചുംബനങ്ങൾ നൽകി അവളിലെ പെണ്ണിനെ ഉണർത്താൻ ശ്രമിക്കുന്നതിന് പകരം തൻ്റെ വികാരങ്ങൾ അടക്കാൻ മാത്രം ശ്രമിച്ചു. കണ്ണുകൾ തുറക്കാൻ അവളും ആഗ്രഹിച്ചില്ല. വന്യമായി തന്നെ കീഴടക്കാൻ ശ്രമിക്കുന്നവൻ്റെ വിരലുകൾ നൽകുന്ന വേദനയിൽ അവൾക്ക് അലറിക്കരയാൻ തോന്നി. അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾക്കനുസരിച്ച് നൽകുന്ന തീരാവേദന കടിച്ചമർത്തി. ഇടയ്ക്കെപ്പോഴോ അവളുടെ വിതുമ്പലുകൾ പുറത്തേക്ക് തെറിച്ചപ്പോൾ അതിലും അവൻ ആവേശം കണ്ടെത്തി. ആവേശത്തോടെ പെയ്തിറങ്ങി കിതപ്പോടെ അവൻ അകന്നു മാറിയപ്പോൾ ശ്വാസം ആഞ്ഞു വലിച്ചവൾ. സ്വന്തം ഇണയോട് രമിച്ച ശേഷം തനിക്ക് തൃപ്തിയായി എന്ന മട്ടിൽ ഇറങ്ങി വാഷ്റൂം ലക്ഷ്യമാക്കി നടക്കുന്നവനെ നോക്കി പുതപ്പിൻ്റെ അറ്റം കൊണ്ട് പായ പൊത്തിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു പോയിരുന്നവൾ. തൻ്റെ ആസക്തി തീർന്നാലും തന്നെ ചേർത്ത് പിടിച്ച് നന്ദിയോടെ ചുംബിക്കുന്നവൻ തന്നെ ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് ചേർക്കുന്നവനാകും എന്നൊക്കെ വെറുതെ പാഴ്മോഹങ്ങൾ. ഫ്രഷായിട്ട് വന്ന് കിടന്നോണം. തിരികെ ഇറങ്ങി വരുമ്പോൾ മഹേഷിൻ്റെ ആജ്ഞ കാതുകളിലെത്തിയിരുന്നു. പുതപ്പ് ചുറ്റി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ വയറിനുള്ളിൽ കൊളുത്തി വലിക്കുന്ന വേദന. തിരികെ ബെട്ടിലേക്ക് തന്നെ ഇരുന്നു പോയി വൈക. ആരെ കാണിക്കാനടി ഈ ഓവർ ആക്ടിങ്? പുച്ഛത്തോടെയുള്ളവൻ്റെ ശബ്ദം കാതുകളിൽ വീണപ്പോൾ തൻ്റെ വേദന കടിച്ചമർത്തി എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങളും എടുത്ത് വാഷ്റൂമിലേക്ക് അവൾ കയറി. പുതപ്പ് മാറ്റിയിട്ട് കണ്ണാടിയിലൂടെ തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. കണ്ണുകൾ മുറുക്കി അടച്ചു കളഞ്ഞു. ഷവർ ഓൺ ചെയ്ത് അതിന് കീഴിൽ നിൽക്കുമ്പോൾ തലവഴി അരിച്ചിറങ്ങുന്ന വെള്ളത്തുള്ളികൾ ശരീരത്തിൻ്റെ നീറ്റലറിയിച്ചു. ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ ബെഡിൽ എന്തോ പരുതുവാണ് അയാൾ. പിന്നിൽ തൻ്റെ സാമീപ്യം അറിഞ്ഞതും തൻ്റെ നേരെ തിരിഞ്ഞു. ചുണ്ടിലെരിയുന്ന സിഗരറ്റ് ഉണ്ട്. നീ വെർജിൻ അല്ല അല്ലേ? ഒരു ഹുങ്കാര ശബ്ദം പോലെ അയാളുടെ ശബ്ദം കാതുകളിൽ പതിഞ്ഞപ്പോൾ കൂടം കൊണ്ടാരോ തലക്കടിച്ചതുപോലെ അവൾക്ക് തോന്നി. അതാണോ അയാൾ ബെഡിൽ പരതിയത്? അല്പം മുൻപ് അവൻ ശരീരത്തിനേൽപ്പിച്ച വേദനയേക്കാൾ മനസ്സൊരുപാട് വേദനിക്കുന്നു ഇപ്പോൾ. ചലിക്കാൻ പോലും മറന്നു നിന്ന അവളുടെ കണ്ണുകളിൽ നിന്നും നീർമുത്തുകൾ കവളിലൂടെ ഒലിച്ചിറങ്ങി. കണ്ട തുണിക്കടയിലൂടെയൊക്കെ ആ നടന്നല്ലേ മഹേഷേട്ടാ? അവൻ്റെ വായിൽ നിന്നും വന്ന മുഴുത്ത തെറി കേട്ട് അവളുടെ ശബ്ദം അറിയാതെ ഉയർന്നുപോയി. എന്താടി, ഞാൻ പറഞ്ഞത് ഇഷ്ടമായില്ലേ നിനക്ക്? എത്ര പേരുടെ കൂടെ കിടന്നിട്ടാ നീ എനിക്കൊപ്പം കിടന്നു വന്നത്? പറയടി പുല്ലേ. കഴുത്തിലേക്ക് കുത്തിപ്പിടിച്ച് സിഗരറ്റ് കുറ്റി കൈത്തണ്ടയിലേക്ക് കുത്തിയിറക്കുമ്പോൾ ശബ്ദം പുറത്ത് കേൾക്കാതെ അയാൾ വായ പൊത്തിപ്പിടിച്ചു. വേദന കൊണ്ടവൾ പുളഞ്ഞു. തൻ്റെ പിടിയയച്ച് അകന്നു മാറുന്നവൻ അടുത്ത സിഗരറ്റ് ചുണ്ടോട് ചേർത്തു. നീറ്റിൽ സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ടവൾ കൈത്തണ്ടയിൽ ഊതിക്കൊണ്ടിരുന്നു. തലമുടിയിൽ കൊരുത്തു വലിച്ചവൻ ബെഡിലേക്കിരുന്നു. ഭിത്തിയിലേക്ക് ചാരി ഊർന്ന് നിലത്തേക്കിരുന്നവൾ മുഖം കാൽമുട്ടിനിടയിലേക്ക് പൂഴ്ത്തി വെച്ച് കരഞ്ഞു. വൈക, പറ, ആരാ? ആരുടെ കൂടെയാ നീ? ഞാൻ ക്ഷമിക്കാം, പക്ഷെ തുറന്നു പറയണം. മഹേഷേട്ട, എന്തൊക്കെ? ഞാൻ അങ്ങനെ ഒരു പെണ്ണല്ല. ഇങ്ങനെയൊന്നും പറയില്ലേ മഹേഷേട്ട. വിതുമ്പി അവൾ പറഞ്ഞു. പാഞ്ഞു വന്നവളെ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നിലേക്ക് ആഞ്ഞു തള്ളി. ബാൽക്കണി ഡോർ തുറന്നവൻ പുറത്തേക്കിറങ്ങി. ബെഡിലേക്ക് ചുരുണ്ടുകൂടുമ്പോൾ ആ 4 ചുവരുകൾക്കുള്ളിൽ അവളുടെ തേങ്ങലുകൾ ഒതുങ്ങി നിന്നു. പുറത്ത് ഫോണിൽ ആരോടോ സംസാരിക്കുന്നു. രോക്ഷത്തോടെ എന്തൊക്കെയോ പറയുന്നതും കേൾക്കാം. കണ്ണുകൾ മുറുക്കി അടച്ചവൾ. കണ്ണുകളിൽ മയക്കം മൂടുന്ന നിമിഷം വരെയും മഹേഷ് അടുത്ത് വന്ന് കിടന്നിട്ടില്ല എന്നവൾ അറിഞ്ഞിരുന്നു. രാത്രിയിലെപ്പോഴോ അരക്കെട്ടിൽ മുറുകുന്ന മഹേഷിൻ്റെ കൈകളുടെ ബലം തിരിച്ചറിഞ്ഞാണ് ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നത്. വേണ്ട മഹേഷേട്ടാ,
വൈഗ അവൻ്റെ കൈ തട്ടിമാറ്റി. വാശിയോടെ ശക്തിയായി അവൻ വീണ്ടും കൈകൾ മുറുക്കി. തൻ്റെ സമ്മതമോ താല്പര്യമോ ചോദിക്കാതെ പലപ്പോഴും തന്നിലേക്ക് ആധിപത്യം സ്ഥാപിക്കുന്നവൻ ആവേശത്തോടെ തന്നെ വേദനിപ്പിക്കുന്നു. രാവിലെ മഹേഷ് ഉണരുമ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നും തലമുടി കോതി കെട്ടുന്നവളെയാണ് കാണുന്നത്. സെറ്റ് സാരിയാണ് വേഷം. എങ്ങോട്ടാ രാവിലെ? മുഖം മാത്രം ഉയർത്തി ചോദിക്കുന്നവൻ്റെ ശബ്ദത്തിൽ ചെറുതായെന്ന് വിറച്ചെങ്കിലും അവന് നേരെ അവൾ തിരിഞ്ഞു. അമ്പലത്തിൽ. ആര് പറഞ്ഞിട്ട്? യാതൊരു ഭാവമാറ്റവുമില്ലാതെ അഴിഞ്ഞു തുടങ്ങിയ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് മഹേഷ് എഴുന്നേറ്റു. അവൾ കരികിലേക്ക് വന്നു. അമ്മ. അമ്മയാണോ നിന്നെ കെട്ടിയത്? അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി. പറ വൈക, അമ്മയാണോ നിന്നെ കെട്ടിയത്? തലകുനിച്ച് വൈക തല വിലങ്ങനെ അനക്കി. പിന്നെ ആരാ? മഹേഷേട്ടൻ. എങ്കിൽ മഹേഷേട്ടൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്നാ മതി കേട്ടോ. അല്ലേ മോള് വീട്ടിൽ പോയി നിന്നോ. ഇപ്പോൾ അമ്പലത്തിലോട്ടും പള്ളിയിലോട്ടും ഒന്നും പോകുന്നില്ല കേട്ടല്ലോ. കേട്ടോടി. ഞെട്ടിക്കൊണ്ടവൾ മൂളി. ഡ്രോ തുറന്ന് ഏതോ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ചെടുത്ത് അവളുടെ നേരെ നീട്ടിയവൻ. എന്താ ഇതെന്നുള്ള ഭാവത്തിൽ നോക്കുന്നവളുടെ ചേർന്നിരിക്കുന്ന ചുണ്ടുകൾക്കിടയിലൂടെ അവനാ ഗുളിക വായിലേക്ക് കുത്തിക്കയറ്റി. ജഗ്ഗിൽ നിന്നും ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു നീട്ടുമ്പോൾ പരവേശത്തോടെ അവളത് വാങ്ങിക്കുടിച്ചു. അവൻ മുണ്ടുമടക്കി കുത്തി വാഷ്റൂമിലേക്ക് പോകുന്നത് നോക്കി നിറഞ്ഞ കണ്ണുകൾ ചേർത്തടച്ചവൾ. അവളുടെ ഓരോ തുള്ളി കണ്ണുനീരിനും നാളെ മറ്റൊരുവൻ തന്നോട് പകരം ചോദിക്കും എന്നറിയുന്നുണ്ടായിരുന്നില്ല അവനപ്പോൾ. മേശമേലിരുന്ന് തൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ ഞെട്ടലോടെയാണ് വൈക ഫോണിലേക്ക് നോക്കിയത്. കരയുമായിരുന്നോ താൻ? കവിളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കി വേഗം ഫോൺ എടുത്തു. വാവയാണ്. ഹലോ ചേച്ചി. ഫോൺ ചെവിയിലേക്ക് ചേർത്തതേ സ്നേഹത്തോടെയുള്ള വിളി. പൊന്തി വന്ന ഗദ്ഗതത്തെ ഉമിനീരിനാൽ ശ്രമപ്പെട്ട് തടഞ്ഞു. ഇന്നല്ലേ ചേച്ചി വിരുന്നിന് വരുന്നത്? എപ്പോഴാണ് വരുന്നത്? അത് മോളെ. വൈക ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു. മഹേഷേട്ടന് തിരക്കാ, ഇലക്ഷനൊക്കെ അല്ലേ, അത് കഴിഞ്ഞു വരാം. നേർമയായി വാവയൊന്ന് മൂളി. പോകാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പായിരുന്നു വൈകിക്ക്. രാഗി വന്നിട്ടുണ്ട് ചേച്ചി. ആണോ? എപ്പോൾ വന്നു? ഇന്നലെ രാത്രി. വേദു അടുത്തുണ്ടോ? ഉണ്ട് ചേച്ചി. വേദുവിൻ്റെ ശബ്ദം. രണ്ടുപേരും നന്നായി പഠിക്കണം കേട്ടോ. നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കണം. PSC എക്സാം ഉടനെ ഏതെങ്കിലും ഉണ്ടോ വാവേ? അടുത്ത മാസം ഒരെണ്ണം ഉണ്ട് ചേച്ചി. കോച്ചിങ്ങിന് പോകുന്നവർക്ക് തന്നെ കിട്ടാൻ പാടാ. അപ്പോൾ പിന്നെ നമുക്കൊക്കെ എങ്ങനെയാ ചേച്ചി? ശ്രമിച്ചാൽ കിട്ടും. ശ്രമിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിക്കുട്ടി. ഇന്നെനിക്ക് എക്സാം തുടങ്ങുക. അതിനെക്കുറിച്ച് എന്താ ഒന്നും ചോദിക്കാത്തത്? നേരത്തെയൊക്കെ രാവിലെ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയിരുന്ന ആളാ. അയ്യോ മോളെ, ചേച്ചി ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. മറന്നു എന്നതാണ് സത്യം. അതുപോലും താൻ മറന്നുപോയോ? ചേച്ചിക്ക് അവിടെ സുഖമല്ലേ? രാവിലെ അമ്പലത്തിലൊക്കെ പോയോ? പോയി. ധരിച്ചിരിക്കുന്ന സെറ്റ് സാരിയിലേക്കൊന്ന് അവൾ നോക്കി. മുഖം വെട്ടിച്ചപ്പോൾ ഡോറിൽ ചാരി നിൽക്കുന്ന മഹേഷിനെ കണ്ട് എന്തേലും പറയുമോ, വാവയും വേദവും കേൾക്കുമല്ലോ എന്ന ചിന്തയും മനസ്സിലൂടെ ഓടി. ചേച്ചി പിന്നെ വിളിക്കാം. പെട്ടെന്ന് ഫോൺ കട്ടാക്കി വൈക അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മഹേഷ് കൈ ഉയർത്തി വാതിൽപ്പടിയിലേക്ക് വെച്ചു. ആരാ വിളിച്ചത്? വാ വാ. എന്താ വിശേഷം? ഒന്നുമില്ല. വൈക തല താഴ്ത്തി. നിൽക്കുന്നേ, ചോദിക്കട്ടെ. അവളെ ചുറ്റിപ്പിടിച്ച് ബലമായി മുന്നിലേക്ക് തള്ളി. ഇടുപ്പിൽ അവൻ്റെ വിരലുകൾ അമർത്തിയപ്പോൾ വേദനിച്ചു. ഇത്തരം വേഷം കെട്ടലുകളൊന്നും ഇവിടെ വേണ്ട കേട്ടോ. വേഗം പോയി മാറ്റിക്കോ. വൈകി ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് റൂമിലേക്ക് കയറി. ഒരു ടവലും എടുത്ത് മഹേഷ് വാഷ്റൂമിലേക്ക് കയറുന്നത് കണ്ട് വേഗം ഒരു ചുരിദാർ എടുത്തു. സാരി അഴിച്ച് കട്ടിലിലേക്കിട്ടു. ബ്ലൗസും അഴിച്ചു മാറ്റി. ഏട്ടാ. പെട്ടെന്ന് മനു ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തറഞ്ഞു നിന്നു പോയിരുന്നു വൈക. പരിഭ്രാന്തിയോടെ ടോപ്പെടുത്ത് ദേഹം മറയ്ക്കുമ്പോൾ മനു കണ്ണുകളെ ത്രസിപ്പിച്ച ആ രംഗം മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഡോർ ചാരി. ഛേ. തലയും താങ്ങി പിടിച്ചവൾ ബെഡിലേക്കിരുന്നു. ഒരു റൂമിലേക്ക് ഇങ്ങനെയാണോ കടന്നു വരേണ്ടത്? മനു ഒരുപക്ഷെ നേരത്തെ ഓർമ്മയിൽ അങ്ങനെ വന്നതാകാം.
ഡോർ ലോക്ക് ചെയ്യേണ്ടത് താനായിരുന്നു. ശ്രദ്ധിച്ചില്ല. മഹേഷ് ഇറങ്ങി വരുമ്പോൾ ബെഡിലിരിക്കുന്നവളെ കണ്ട് അവൻ്റെ കണ്ണൊന്നു കുറുകി. അരികിൽ വന്നിരുന്നവൻ്റെ സാമീപ്യം പോലും അവൾ അറിഞ്ഞില്ല എന്നതാണ് സത്യം. പുറത്തൂടെ ഇഴഞ്ഞു നീങ്ങിയ കൈകളുടെ സ്പർശത്താൽ ചാടി എഴുന്നേറ്റ് പോയിരുന്നു വൈക. വീണ്ടും അവനൊരു ശ്രമം നടത്തി. അവളെ കടന്നു പിടിച്ചുവെങ്കിലും അവനെ തള്ളി മാറ്റിക്കൊണ്ട് തൻ്റെ ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ചൂട് പിടിപ്പിച്ച ലഹരി പൂർണ്ണതയിൽ അറിയാതെ പോയതിൻ്റെ അമർഷമായിരുന്നു അവൻ്റെ മുഖത്ത് മുഴുവൻ. കരയണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. വല്ലാത്തൊരസ്വസ്ഥതയോടെ അവൾ ആ ഡോറിലേക്ക് ചാരി നിന്നു. അമ്മാവൻ ഇന്ന് തിരികെ പോവുക? വാവയും വേദവും വെറുതെ മൂളി. പിന്നെ ചേച്ചിയെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യരുത് കേട്ടോ. അവൾ നല്ല നിലയിലല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കട്ടെ. നിങ്ങളും അവൾക്കൊരു ഭാരമാകുമോ എന്നൊരു സംശയം മഹേഷിൻ്റെ വീട്ടുകാർ പ്രകടിപ്പിച്ചിരുന്നു. നമ്മളായിട്ട് എന്തിനാ മക്കളെ വെറുതെ? ആ, മോഹനൻ പറയുമ്പോൾ ചുണ്ടുകളകത്തേക്ക് കടിച്ച് വിങ്ങലോടെ വാവ മൂളി. രാഗി സുധയും മനസ്സാലെ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിന്നു. ചേച്ചി അമ്മാവനോട് ബസ്സുകൂലി ചോദിച്ചില്ലല്ലോ. മോഹനൻ പോയപ്പോൾ റൂമിലേക്ക് കയറിയ കൂടെ വേദു ചോദിച്ചു. വേണ്ട, ആരോടും ഒന്നും ചോദിക്കണ്ട. ഇത് ചേച്ചി പൊട്ടിക്കട്ടെ. വേദുവിൻ്റെ ശേഖരമാണ് ആ കുടുക്ക. അത് വാവ കയ്യിലെടുത്തു. ചേച്ചി വേറെ ഒന്ന് വാങ്ങിത്തരാം. ഇപ്പോൾ നമുക്കിതെടുക്കാം. കണ്ണു നിറച്ചിരിക്കുന്ന വേദുവിൻ്റെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് വാവ പറഞ്ഞു. ഒരു ബ്ലേഡ് എടുത്ത് കുടുക്കയുടെ മുകൾ ഭാഗം വെട്ടി. ചില്ലറയ്ക്കൊപ്പം 500-ൻ്റെ കുറേ നോട്ടുകളും ഇരുവരും അന്തിച്ചു പോയി. ചേച്ചി, ഇത് വൈകേച്ചി ഇട്ടതാകും. ഇതുകൊണ്ട് നമുക്ക് എക്സാം ഫീ ഒക്കെ കൊടുക്കാം. ചേച്ചി ഒരു ജോലിയും നോക്കാം. അപ്പോൾ പഠിത്തവോ? അതിൻ്റെ കൂടെ നോക്കാമെന്നാ പറഞ്ഞത്. നമുക്ക് വൈകേച്ചിയുടെ അടുത്ത് ഒരു ദിവസം പോകണം. പോകാം. വേദുവിൻ്റെ നെറുകയിൽ തലോടി ബാവ പറഞ്ഞു. വൈകേച്ചി ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു അല്ലേ വാവേച്ചി? ചേച്ചി എന്തേരം കഷ്ടപ്പെട്ടതാ മോളെ. രക്ഷപ്പെടട്ടെ. ഞാൻ വേദുവിന് കഴിക്കാൻ എടുത്തോണ്ട് വരാം. വാവ ചെല്ലുമ്പോൾ അമ്മയും മോളും ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് വെച്ചുണ്ടാക്കിയതാണ്. ഒരു നാണവും ഇല്ലാതെ ഇരുന്ന് തട്ടുന്നത്. രാഗിയോട് പണ്ടേ വാവ മിണ്ടാറില്ല. അയ്യോ, നിങ്ങൾ കഴിച്ചില്ലായിരുന്നോ? ഇനി ഇതേ ബാക്കിയുള്ളൂ. കാസറോളിൽ 2 ദോശ മാത്രം ഇരിക്കുന്നത് കാണിച്ച് രാഗി പറഞ്ഞു. ഇതായിട്ടെന്തിനാ വെച്ചത്? പകൽ മുഴുവൻ ചുമ്മാതെ ഇരിക്കാനുള്ളതല്ലേ. ദാ ഇതോടെ തട്ടിക്കോ. ബാക്കിയിരുന്ന 2 ദോശ കൂടെ എടുത്ത് രാഗിയുടെ പ്ലേറ്റിലേക്കിട്ടു. ചെരുവത്തോടെ കറിയും എടുത്ത് പ്ലേറ്റിലേക്ക് മറിച്ചു കൊടുത്തു. അത്രയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. ഡീ, നീ എന്താ ഈ കാണിച്ചത്? രാഗി ചാടി എഴുന്നേറ്റു. നിനക്കും നിന്റെ തള്ളയ്ക്കും വെച്ചുണ്ടാക്കി തരാൻ കൂലിക്ക് നാളെ മുതൽ ഒരാളെ നിർത്തിക്കോ. ഞങ്ങൾക്കുള്ളത് മാത്രമേ ഞങ്ങൾ ഇനി മുതൽ ഉണ്ടാക്കൂ. കയ്യിലിരുന്ന ചെരുവം ടേബിളിലേക്ക് ശക്തിയോടെ എടുത്തെറിഞ്ഞു വാവ. പിന്നെ ഇതൊക്കെ വാരിക്കൂട്ടി മുറ്റത്തേക്ക് കൊണ്ടിട്ടാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഇന്നലെ വെള്ളം ഒഴിച്ചിട്ടിരുന്ന കഞ്ഞിയക്കൂട്ട് കുറച്ച് പ്ലേറ്റിലാക്കി അച്ചാറും തോരനും വിളമ്പി റൂമിലേക്ക് പോകുമ്പോൾ തന്നെ രൂക്ഷമായി നോക്കുന്നവരെ അതേ രീതിയിൽ വാവയും തിരികെ നോക്കി. ഇതെന്താ ചേച്ചി? എനിക്ക് ദോശ മതി. ദോശ അവർ കഴിച്ചു തീർത്തു. മോളിത് കഴിക്കേ. എനിക്ക് വേണ്ട ചേച്ചി. മര്യാദയ്ക്ക് കഴിക്കു വേദു. കൂടുതലങ്ങ് നിർബന്ധം പിടിക്കരുതേ നീയേ. വാവ ദേഷ്യത്തോടെ പറയുമ്പോൾ വേദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വാവയ്ക്കും വല്ലാതെയായി. എല്ലാം കൂടെ ഓർത്ത് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരു ജോലി അത്യാവശ്യമാണ്.